ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പാലെടുത്ത് പാഞ്ചുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ വെക്കാനും പാഞ്ചുവിന് കൊടുത്തതിനും ശേഷം കുറച്ച് പാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് ഉറവൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചായ നന്നായി തിളച്ചിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ആറ്റി എടുത്തിട്ടുണ്ട്. വേഗം തന്നെ ക്ലാസ്സിലാക്കി ഇനി നമുക്ക് ചായ കുടിക്കാം അല്ലേ. അപ്പോൾ വേഗം തന്നെ ഓടിപ്പോയി ചായയെല്ലാം കുടിച്ച് വന്നതിന് ശേഷം നമ്മൾ പതിവ് പോലെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് കുറച്ച് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഏട്ടൻ പാല് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതവിടെ വാങ്ങി വെച്ചതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. കഴുകിയതിന് ശേഷം നമ്മളിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 കുഞ്ഞ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു കുഞ്ഞ് കൈപ്പിടി നമ്മുടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു വലിയ ഉള്ളി നല്ല നൈസായി അരിഞ്ഞതും 3 പച്ചമുളകും ഒരു കുഞ്ഞ് ഇഞ്ചിയും കൂടെ ചെറിയ പോലെ അരിഞ്ഞത് നമ്മുടെ ഈ കൂട്ടിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, കുറച്ച് മതി. അത് ഏകദേശം മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം, ഇല്ലെങ്കിൽ അതിന് ലേശം കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അത് പറഞ്ഞാൽ തീരെ വെള്ളം കുറച്ച് ഒഴിക്കേണ്ട, ചിലപ്പോൾ തീ കത്തുന്ന സമയത്ത് അടുക്കി പിടിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ വെള്ളം പാകം പോലെ ഒരുപാട് കൂടാണ്ട് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഞാനത് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ അടുപ്പിച്ച് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പാല് വേഗം തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പണിയുടെ തിരക്കിനിടയിൽ നമ്മൾ ഈ പാല് കാച്ചാൻ മറന്നു പോകും. ഇന്നാളൊരു ദിവസം ഇതുപോലെ മറന്നു പോയിട്ട് വൈകുന്നേരം പാല് കാച്ചി ആകെ ആ പാലൊക്കെ ഒന്ന് കോളായി പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആ പണി ചെയ്യണം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഏട്ടൻ പോയിട്ട് കുറച്ച് ചീര കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ ഏട്ടനും ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഒരു ചെറിയൊരു പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള ചീരയാണ് കേട്ടോ. അപ്പോൾ അവരെന്തൊക്കെയോ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യം നമുക്ക് വിളവെടുത്തത് ചീരയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ച് ചീര നമുക്ക് കൊണ്ടുവന്നാണ് വെക്കാൻ വേണ്ടിയിട്ട്. വിഷമോ അതുപോലെ മായോ ഒന്നുമില്ലാത്ത നല്ല ഫ്രഷ് ചീരയാണ് കേട്ടോ. നമ്മളുണ്ടാക്കിയ ചീരയല്ലേ, നല്ല ഫ്രഷാണ് കേട്ടോ. ജൈവ വളമൊക്കെയാണ് കേട്ടോ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചീരയൊക്കെ ഒന്ന് മാറ്റി വെച്ചാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുവന്ന ചീര. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ അത് കുറച്ച് വെന്തോട്ടെ കേട്ടോ. ഒത്തിരി വെന്ത് ഉടഞ്ഞിരുന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറിക്കൊരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് കൊടുക്കുന്നത്. അത് നന്നായി തന്നെ ഉടച്ച് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ പാലെടുത്താണ് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പാലെടുത്താണ്. അതുകൂടെ നമ്മുടെ ഈ കൂട്ടിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തിളച്ച് വരണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. നന്നായി തന്നെ കടുക്കനെ ഒന്ന് ചൂടായ നമുക്ക് ഈ കറി മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇളക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ കൂട്ടാൻ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ പാത്രം ഒന്ന് മാറ്റി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പാല് ചിലപ്പോൾ പിരിഞ്ഞ പോലെ ആകും കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സ്റ്റൂ പല വിധത്തിലും പല തരത്തിലും ഉണ്ടാക്കും. നമ്മളൊന്ന് സിമ്പിളായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് മിറ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഒരു 4-5 കുഞ്ഞ് ചീരത്തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇല റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലൂടെ കൂട്ടാൻ വെക്കാമല്ലോ പറഞ്ഞിട്ട് ആ 4-5 ചീരയുടെ കഴുത്തുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, അതിൽ നല്ലോണം ശിഖരങ്ങളൊക്കെ ഇനി വരുന്ന സമയത്ത് നമുക്ക് ചീര നമ്മുടെ വീട്ടിലും കുറച്ചുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് കറിവേപ്പില ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കറിവേപ്പില പില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാക്കിലുള്ളതിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്ന് കറിവേപ്പിലയൊക്കെ എടുത്ത് നമ്മുടെ ചീരയൊക്കെ എടുത്ത് കഴുകി കൊണ്ടുവന്നാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ തിരക്ക് പിടിക്കുന്ന നേരത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ക്യാരറ്റ്, ബീൻസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളതുകൊണ്ട്
ഇതൊന്ന് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് ഏകദേശം കുറച്ചൊക്കെ വറ്റി അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് പാത്രമൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ നമ്മൾ ചീര ഒന്ന് മുറിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ചീര കൂട്ടാൻ വയ്ക്കാം. അപ്പോൾ ഇത് മുറിച്ചെടുക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ മല്ലിയും മുളകും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5-6 ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേവിച്ച പരിപ്പിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ വറുത്തത് ചേർത്ത് കൊടുത്തു, ഒരു 5-6 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വന്ന സമയത്ത് നമ്മുടെ ചീര ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒന്ന് റെഡിയായി വരട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞിപ്പിടി തേങ്ങ, 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ കുരുമുളക് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചീരയൊക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തപ്പോഴാണ് നോക്കിയപ്പോൾ നമ്മുടെ ചീരയിൽ വെള്ളം കുറവായ കാരണം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ കിടന്നിട്ട് നമ്മുടെ ചീര നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചീര നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ വെന്ത് വന്നിട്ടുള്ള ചീരയിലേക്ക് നമ്മൾ എന്താ പറയുക കുറച്ച് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചല്ല, നമ്മൾ അരച്ച അരപ്പ് മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് വെള്ളമെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ചിട്ടുള്ള നമ്മുടെ ചീര നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് വെളുത്തുള്ളി ഒരു 4-5 എണ്ണം ചതച്ചത് ചേർത്ത് വറ്റൽമുളക് ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ കടുക് വറുത്ത് ചേർത്തിരിക്കുന്നത്. നാടൻ ചീരയായ കാരണം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കുമ്പോൾ നമ്മുടെ അവിടെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അതെല്ലാം പുറത്ത് കൊണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേഗം ആദ്യം നമ്മുടെ താഴൊക്കെ ഒന്ന് അടിച്ച് നമ്മൾ ചാക്കൊക്കെ ഒന്ന് വിരിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് കേട്ടോ. അതിന് ശേഷം വന്നിട്ട് കൈയോടെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം എന്താ പറയുക 2 കറികൾ ആയിട്ടുണ്ട്. ഇനി രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ കുറച്ച് പണികൾ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം തുടച്ചതിന് ശേഷം വേഗം തന്നെ പോയിട്ട് ആപ്പത്തിന് നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാടൻ ആപ്പമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഈസ്റ്റും ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനെയൊന്നും ചേർക്കാണ്ട് നാടനായിട്ടുള്ള ആപ്പമാണ് കേട്ടോ. അതിനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് അതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ ഈസ്റ്റൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ആപ്പമാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ ആപ്പമൊക്കെ സാധാരണ ചെയ്യുമ്പോൾ നന്നായി തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഹോൾസ് വരുന്ന സമയത്താണ് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് അത് റെഡിയായി വരുമ്പോൾ നമുക്കതൊന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ആപ്പത്തിൻ്റെ കൂടെ ഈ സ്റ്റൂ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ തേങ്ങ ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ ഈ ആപ്പത്തിൽ ഈ ആപ്പം ഉഴുന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആപ്പമാണ് കേട്ടോ. ഉഴുന്ന് മാവ് ചേർത്തിട്ടുള്ള ആപ്പമാണിത്. അങ്ങനെ നമ്മൾ വേഗം തന്നെ ആപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആപ്പം ഉണ്ടാക്കാൻ ഒരു സൈഡ് നമ്മൾ ആപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് മാറ്റി വേറെ ആപ്പത്തിനുള്ളതൊക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുക്കമ്പർ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വെള്ളിരിക്ക, ആ വെള്ളിരിക്ക എടുത്തിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അതെടുത്ത് വെച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ കുട്ടികൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വേഗം തന്നെ അവർക്ക് ഭക്ഷണം കൊടുത്തു കേട്ടോ. അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ അവർക്ക് ഭക്ഷണം കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മുടെ വെള്ളിരിക്ക നമ്മൾ തോലെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാർ എടുത്തിട്ട് ചെറുതായി അരിഞ്ഞിട്ട് അത് നമ്മുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്ത് ഒരു കുഞ്ഞു പിടി പുതിനയില ചേർത്ത് കൊടുത്ത് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കമ്പർ വെച്ചിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവ
ഗ്രേവി നമ്മുടെ ജാറ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അരച്ചിട്ട് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊരു ഓർമ്മയിൽ ആദ്യം ചെറിയ കുഞ്ഞരിപ്പാണ് കേട്ടോ വെച്ചത്. പിന്നെ അത് മാറ്റി വലിയ അരിപ്പ വെച്ച് കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ചേർത്ത് അരച്ചതിന് കാരണം കുറച്ച് തട്ടും തരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഒഴിച്ച് മാറ്റിയതിന് ശേഷം ആ തട്ടും തരി ഒന്നുകൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ അരച്ചുകൊണ്ട് വന്നിട്ട് അതുകൂടെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ പുളിപ്പ് ലേശം കുറവായ കാരണം കുറച്ച് നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ മധുരത്തിന് വേണ്ടിയിട്ട് തേനാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് തേന് ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ വെറുതെയും കുടിക്കുക കേട്ടോ. പക്ഷേ ഇതിനൊരു ചൊവയുണ്ടാവും. അതുകൊണ്ട് പിന്നെ നമ്മൾ മധുരം കുറച്ച് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പോലെ ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് നമ്മുടെ നാരങ്ങയൊക്കെ വെച്ച് പഞ്ചസാരയൊക്കെ ആക്കി എടുത്തു കേട്ടോ. ഞാനിങ്ങനെയുള്ള പരിപാടി ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തുള്ളൂ. എന്താ പറയുക, അത് വെറുതെ വേസ്റ്റായി പോകും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോ ഒക്കെ വേണം കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിലിപ്പോൾ സ്ട്രോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എന്നാലും ഒരു ചെറിയൊരു ഭംഗിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അങ്ങനെ കാണിച്ചതാണ് കേട്ടോ. എല്ലാവരും കാണിക്കണേണ്ടപ്പോൾ ഞാനും ഒന്ന് സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊഴിച്ച് കണ്ടപ്പോൾ ഒരു കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിത് കുടിക്കുമ്പോൾ സ്ട്രോ ഇല്ലാത്ത കാരണം പഞ്ചസാരയൊക്കെ നമ്മുടെ ചുണ്ടിലൊക്കെ ഇങ്ങനെ ആവും. അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പഞ്ചസാര വെറുതെ വേസ്റ്റായി പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ജ്യൂസ് പറയാൻ എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് തേന് ചേർത്ത് കൊടുക്കുക, പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വെറുതെ കഴിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം, ജ്യൂസ്, കറി കേട്ടോ. നമ്മുടെ പാഞ്ചും കുട്ടികളും ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്താണ്. ഇന്ന് അക്ഷയ്ക്ക് എക്സാം ഉണ്ട് കേട്ടോ. അക്ഷയ്ക്ക് പോകണം. അപ്പോൾ അവൾ പോണ സമയത്തായിരുന്നു കേട്ടോ നമ്മുടെ പാഞ്ചും കുട്ടികളും ഒരേ കടുപിടിയും നമ്മുടെ പാഞ്ചുവിൻ്റെ ഉറക്കവും ഒക്കെ നമ്മളൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ഒരു മിനിറ്റ് തപ്പിയാൽ രാവിലെ നേരം ഇവർ ഭയങ്കര കളിയായിരിക്കും കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ രാവിലെ എണീറ്റതും വന്ന് നോക്കുമ്പോൾ മൂന്നാൾ നമ്മൾ സിറ്റ് ഔട്ടിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇന്നിപ്പം മരം കയറാനൊന്നും ആരും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മുടെ അശ്വിന് ആപ്പം മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അവൻ ആപ്പവും കറിയും ആക്കി കൊടുത്തു. നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരാരും ചോറ് വേണ്ട പറഞ്ഞ കാരണം ഞാൻ അവൻ അപ്പം ചോറ് വാർക്കാൻ നിന്നില്ല കേട്ടോ. നമ്മുടെ അശ്വിന് ഈ ജ്യൂസ് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ഒരു വായ കുടിച്ചിട്ട് പിന്നെ അവൻ വേണ്ട പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അവനും റെഡിയായിട്ട് സ്കൂളിലേക്ക് പോകണം. ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര തിരക്ക് പിടിച്ച പണി പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഭയങ്കരമായിട്ട് ഓടി ഓടി ചെയ്യും പോലെയായിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ പണികൾ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പാഞ്ചു തിരിച്ച് കുട്ടികളെ കടിക്കണം കേട്ടോ. ചില സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാവും. അവർ ഭയങ്കര കുറുമ്പ് കാണിക്കുമ്പോൾ അവൾ തിരിച്ചും കടിക്കണ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാറ്റി വിടണം കേട്ടോ. ഇനി കുട്ടികൾ കടിച്ച് വല്ല മുറിയാവണ്ടാവണ്ട അവർ കളിക്കണം തോന്നണം കേട്ടോ. അങ്ങനെ അശ്വിനും പോയി കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ടാ. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസ് നല്ല തണുക്കനെ ജില്ലെന്ന് കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കഴിക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ ടേസ്റ്റും മണവും ഗുണവും എല്ലാം പോയിട്ടുണ്ടാവും കേട്ടോ. എന്താ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കഴിക്കണം. നമുക്ക് ആ സമയത്ത് കഴിക്കാൻ കൂടില്ല. പണികളാകട്ടെ പറഞ്ഞിട്ട് നമ്മളത് കുടിക്കാൻ കൂട്ടാക്കില്ല കേട്ടോ. ഞാൻ കഴിക്കുമ്പോഴേക്കും തന്നെ ജ്യൂസിൻ്റെ തണുപ്പെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പിച്ചിട്ട് കുറച്ച് കസ്കസൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിലൊക്കെ നന്നായിരിക്കും കേട്ടോ. ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടോളൂ കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നാണ്. അപ്പോഴാണ് നമ്മുടെ ജ്യൂസിന് ഒരു ബാലൻസ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു. അതിന് ശേഷം തന്നെ വന്നിട്ട് നമ്മൾ വേഗം തന്നെ എല്ലാവരുടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ അടിച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണിയൊക്കെ ആയി കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ തന്നെ വേഗം തന്നെ പോയിട്ട് കൈകാലും മുഖമൊക്കെ കഴുകി വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കണം കേട്ടോ. ഇന്ന് ഭയങ്കര ചൂടാണ്. എത്ര പ്രാവശ്യം കൈകാലും മുഖം കഴുകിയെന്ന് തന്നെ അറിയില്ല കേട്ടോ. അത്രയും ചൂട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും സിമ്പിളായിട്ടുള്ള ജ്യൂസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നാളെ ഉച്ചക്ക് 12:15 വരാം കേട്ടോ.